Hi everyone, welcome back to my channel Angel Creations. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എങ്ങനെ കർസീവ് സ്റ്റൈലിൽ എഴുതി പഠിക്കാം എന്നാണ്. സ്മോൾ ലെറ്റേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കാർട്ടിലും ഇടുന്നതായിരിക്കും. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, സോ കേഴ്സീവിൽ എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൈയെടുക്കാതെ വേണം എഴുതാനായിട്ട്. പക്ഷേ ഒരു ടീച്ചർ നിർത്തി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക് കിടക്കാം. സോ ക്യാപിറ്റൽ എ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തേർഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. യു ഗോ അപ്പ് ടു ദ റെഡ് ലൈൻ വരെ പോകുന്നു. ആൻഡ് ദെൻ യു വിൽ കം ബാക്ക് അഗെയിൻ. നമ്മൾ എ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് ആ കുനിപ്പ് ഇടുന്നു. ഓക്കെ, നൗ ലെറ്റ്സ് ചെക്ക് ബി. ബി വളരെ എളുപ്പം തന്നെയാണ്. ആക്ച്വലി രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് ഈ മെത്തേഡ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് നോക്കാം. ഇറ്റ് സ്റ്റാർട്ടിങ് ഫ്രം റെഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു സ്ലാൻഡിങ് പോലെ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ 3 പോലെ എഴുതിയിട്ട് ബി കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. നോക്കൂ, വരച്ച് 3 പോലെ എടുത്തിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, നൗ സി കുറച്ച് സിമ്പിൾ തന്നെയാണ്. സാധാരണ സി എഴുതുന്ന പോലെ തന്നെയാണ്. ജസ്റ്റ് നമ്മുടെ ഡിഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈനിൽ മാത്രമേ ഉള്ളൂ. അതായത് സെക്കൻഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, റെഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ട് അത് കർവ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുന്നു. സാധാ സി എഴുതുന്ന പോലെ തന്നെ എടുക്കുന്നു. നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഈ പോലെയൊക്കെ തോന്നുമെങ്കിലും അത് ഈ അല്ല, ഇറ്റ് ഇസ് ക്യാപിറ്റൽ സി. നൗ ഡി അഗെയിൻ നമ്മൾ അത് എൽ പോലെ എടുക്കണം. അതായത് സ്ട്രെയിറ്റ് ലൈൻ എടുക്കുന്നു, വളച്ച് കണ്ടോ ഇതുപോലെ താഴേക്ക് എടുത്തിട്ട് ഇവിടെ ഒരു കുനിപ്പ് എടുത്തിട്ട് പുറത്തേക്ക് ഒരു വയറ് പോലെ പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, നൗ നമുക്ക് ഇ എങ്ങനെയാണ് എഴുതാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഡി എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കാൻ, ചെറുതായിട്ട് വീഡിയോ കവറായി പോയിട്ടുണ്ട്. നൗ ഇ അഗെയിൻ നമ്മൾ 3 മറിച്ചിട്ട് എഴുതണ പോലെയാണ്. നോക്കി നോക്കൂ, കണ്ടോ ഓൾമോസ്റ്റ് ഫസ്റ്റ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് റെഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ 3 എഴുതണത് ഇൻവേർട്ടഡ് തിരിച്ചിട്ടിട്ട് എഴുതണ പോലെയാണ് എഴുതുന്നത്. ഓക്കെ, നൗ എഫ് എങ്ങനെയാണ് എഴുതണമെന്ന് നോക്കാം. എഫ് സ്മോൾ ലെറ്റർ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് കൺഫ്യൂഷൻ ഇനിയുള്ളവർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാട്ടിലുണ്ട്, മറക്കരുത്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ നോക്കി നോക്കൂ, കണ്ടോ നമ്മൾ സെക്കൻഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് പോയിട്ട് കൊനുപ്പെടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ വരച്ച് അവസാനിപ്പിച്ചു. ഇനി ജി നോക്കി നോക്കൂ. ജി അഗെയിൻ ഒരുവിധം എല്ലാ ആൽഫബറ്റ്സും സെക്കൻഡ് ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സി പോലെ ആദ്യം എഴുതി താഴേക്ക്, പിന്നെ വൈ പോലെ ഒരു സിയും വൈയും മിക്സ് ചെയ്ത് എഴുതണ പോലെയാണ് നമ്മൾ ക്യാപിറ്റൽ ജി എഴുതണത്. ശ്രദ്ധിച്ചോ. ഇനി എച്ച് നമ്മൾ സാധാരണ ക്യാപിറ്റൽ എച്ച് എങ്ങനെയാണോ സാധാരണ എഴുതാറ് അതുപോലെ തന്നെയാണ്. വലിയ വ്യത്യാസമില്ല. സാധാരണ നമ്മൾ എങ്ങനെയാണ് വെച്ച് എഴുതുന്നത് അതുപോലെ എടുത്ത് പുറത്തേക്ക് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെറ്റർ ഐയും ജെയും ഒക്കെ ഇത്തിരി കൺഫ്യൂസിങ് ആണ്. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, ഐ എഗെയിൻ സ്റ്റാർട്ടിങ് ഫ്രം സെക്കൻഡ് ലൈൻ ഇങ്ങനെ എടുത്തു. സിമ്പിളാണ്, കണ്ടോ ഇതുപോലെ വളച്ചെടുത്ത് എഴുതണം. ഇത് ഐ ആണോ ജെ ആണോ എന്നൊന്നും കൺഫ്യൂഷൻ വരാൻ പാടില്ല. നോക്കൂ, ജെ അടുത്ത് എഴുതുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ജെ നോക്കൂ അത് കുറച്ചുകൂടി വൈഡർ ലെങ്ത്തിലാണ് എഴുതുന്നത്. ജെ കണ്ടോ 4 വരിയും ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ജെ എഴുതുമ്പോൾ എഴുതാം. വലിയ വ്യത്യാസമില്ല. പിന്നെ വള്ളി പുറത്തേക്ക് എടുക്കണോ അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇനി കെ നോക്കി നോക്കാം. കെയും നമ്മൾ സാധാരണ ക്യാപിറ്റൽ എങ്ങനെയാണോ എഴുതാറ് അതുപോലെ തന്നെയാണ്. വലിയ വ്യത്യാസമില്ല. ഇനി എല്ല് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. നമ്മൾ ആദ്യം ഡി എഴുതിയപ്പോൾ എല്ല് വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. നമുക്കത് നോക്കി നോക്കാം. കണ്ടോ ആദ്യം എല്ല് പോലെ എടുത്തിട്ട് ആ ബാക്കി വരുന്ന കണ്ടോ ഡിക്ക് മുമ്പ് നമ്മൾ എഴുതിയ എല്ലിൻ്റെ പകുതി അത് മാത്രം മതി. ഇനി എം എഗെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന തേർഡ് ലൈനിൽ നിന്നാണ്. നോക്കൂ, കണ്ടോ കംപ്ലീറ്റ്ലി റെഡ് ലൈൻ വരെ ടച്ച് ചെയ്തിട്ട് ഒരു സ്ലാൻഡിങ് ഒരു ചെറിയൊരു വളവ് ഉണ്ട്. അപ്പോഴാണ് അതിനൊരു ഭംഗി വരാം. നമ്മൾ എത്രത്തോളം വളവും കുനുപ്പൊക്കെ കൂട്ടുന്നതിന് അത്രയും ഒരു കാലിഗ്രാഫിക് സ്റ്റൈല് നമ്മുടെ റൈറ്റിങ്സിന് വരും. ഇല്ലെങ്കിൽ സിമ്പിൾ എഴുതിയാലും ഇറ്റ്സ് നോട്ട് എ ബിഗ് പ്രോബ്ലം. ഓക്കെ, ഇനി എന്നെ എഴുതുമ്പോൾ അതേ സ്റ്റൈൽ തന്നെ എടുത്തിട്ട് വളച്ചിട്ട് വേണം ഒന്ന് എഴുതാനായിട്ട്. കുനിപ്പൊന്നൊക്കെ ഒന്ന് കൊടുത്താൽ ഇറ്റ് വിൽ ലുക്ക് വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ നോക്കാം. ദറ്റ് ഈസ് ഓ അഗെയിൻ വലിയ ഡിഫറൻസ് ഇല്ല. സാധാരണ നമ്മൾ എഴുതുന്ന ഓ പോലെ തന്നെ ഫസ്റ്റ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് യു എൻഡ് അപ്പ് ഒരു കുനിപ്പിട്ട് പുറത്തേക്ക് എടുക്കുന്നു. നൗ പി
ഈവൻ സ്മോൾ ലെറ്റർ പി ഇത്തിരി കൺഫ്യൂസിങ് ആണ്. വീഡിയോ സ്മോൾ ലെറ്റർ കാണാത്തവർ കാണാൻ മറക്കരുത്. നൗ പി അഗെയിൻ ഇതുപോലെ നമുക്ക് എഴുതാം. ഇവിടെ നിന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ അത് ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിലും ഇറ്റ് ഈസ് ഫൈൻ. ഓക്കെ. നൗ നെക്സ്റ്റ് ലെറ്റർ ക്യൂ. ക്യൂ എഴുതുമ്പോൾ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ആദ്യം എഴുതുക. ആദ്യം ഓ വരച്ച് അതുപോലെ പുറത്തേക്ക് ഇതുപോലെ എഴുതുക. നൗ ആർ. ആറും അഗെയിൻ ഒരു കൺഫ്യൂസിങ് ആണ് സ്മോൾ ലെറ്റർ. വീഡിയോ കാണാത്തവരെ കാണുക. ക്യാപിറ്റൽ ആർ ഇസ് വെരി സിമ്പിൾ. ഓക്കെ. യെസ്, നമ്മൾ എഴുതുന്ന പോലെ തന്നെയാണ്. നൗ എസ്. ഇതിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താം, ബ്യൂട്ടിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. എസ് നമ്മളത് തന്നെ കുറച്ച് വലുതാക്കി എടുക്കുകയാണ്. ഇനി അവസാനത്തെ വളവ് കുറച്ച് കൂടി വളയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കമിങ് ലുക്ക് മോർ ബെറ്റർ, അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആ ലെറ്റർ കാണാൻ പറ്റും. അപ്പോൾ കേഴ്സീവിൽ അങ്ങനെയാണ്, കുറച്ച് വളവും ചെരിവൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ലുക്ക് ബെറ്റർ, മോർ ബെറ്റർ, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ അതൊരു ഭംഗി കിട്ടും ആ ലെറ്റേഴ്സിന്. ഓക്കെ. അതായത് ഒരു ഡ്രോയിങ് സ്കില്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. ഓക്കെ. നൗ ലെറ്റ്സ് ചെക്ക് ദ നെക്സ്റ്റ് ലെറ്റർ ടി. സ്മോൾ ലെറ്റർ ടി എഴുതി. നൗ ദ ടി കണ്ടോ, ക്യാപിറ്റൽ ടി അഗെയിൻ ഇത്തിരി കൺഫ്യൂസിങ് ആണ് ജെ ആയിട്ട്. ജെയിനെ സംബന്ധിച്ച് ഇത് ഇത്തിരി ബ്രോഡറാണ് കണ്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നില്ല. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ക്യാപിറ്റൽ എഴുതുമ്പോൾ. നൗ അഗെയിൻ യു. ഇതുപോലെ വളച്ച് സാധാരണ നമ്മൾ എഴുതുന്ന പോലെ യു ആണ്. ഇത്തിരി വളവുണ്ടെന്നേ ഉള്ളൂ കണ്ടോ. ഇതുപോലെ ഒന്ന് കുനിപ്പൊക്കെ ഇട്ട് എഴുതിയാൽ ഇറ്റ് ലുക്ക് അമേസിങ്. നൗ നെക്സ്റ്റ് ലെറ്റർ വി. വി അഗെയിൻ സെയിം മെത്തേഡിൽ തന്നെയാണ്. ഈ കർവ് ഇത്തിരി വളവ്, ആ തുടക്കത്തിലുള്ള വളവുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിച്ചാൽ ഇറ്റ് ഈസ് അധികം ഡിഫറൻസ് ഒന്നുമില്ല. ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെയാണ്. നൗ ഡബ്ല്യു അഗെയിൻ സാധാരണ നമ്മൾ എഴുതുന്ന ഡബ്ല്യു തന്നെയാണ്, പക്ഷേ കുറച്ച് വലിപ്പ വ്യത്യാസങ്ങളാണ് നിങ്ങളിതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കണ്ടോ. പിന്നെ ഈ കുനിപ്പുകളും ഓരോ സ്ഥലത്ത് വരുന്ന വളവുകളും ശ്രദ്ധിച്ചാൽ നമ്മുടെ കേഴ്സീവ് നല്ല കാലിഗ്രഫിക് സ്റ്റൈലിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. എക്സ്. എക്സ് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഉണ്ട്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കത് ഡിഫിക്കൽട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ വേറെ ഓപ്ഷനും കൂടി തന്നിട്ടുണ്ട്. ഓക്കെ. ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് കാലിഗ്രഫിക് സ്റ്റൈലിലുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സ് ആണ്. ഇത് പറ്റാത്തവർക്ക് സിമ്പിളായിട്ട് വേറൊരു സ്റ്റൈലും കൂടി ഉണ്ട്. ഓക്കെ. ഇങ്ങനെ എടുത്ത് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. കണ്ടോ, എഴുതി വരുമ്പോൾ ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. ഓക്കെ. ഇത് ഡിഫിക്കൽട്ട് നോക്കൂ, ഇതിലെടുത്ത് ഇങ്ങനെ എടുത്ത് ഇതിലേ പോകണം. ഓക്കെ. ഇനി ഇത് ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ദാറ്റ് ഇസ് അവർ സിമ്പിൾ എക്സ്. ഇത് എഴുതിയാലും തെറ്റില്ല. ഇത് നമ്മൾ വളവൊക്കെ ഒന്ന് കുനിപ്പൊക്കെ ശരിയാക്കിയാൽ ഇറ്റ് ലുക്ക് അമേസിങ് അഗെയിൻ. കണ്ടോ. യെസ്, ഒരു സ്റ്റൈലൊക്കെ വരുന്നില്ലേ, കാലിഗ്രഫിയുടെ സ്റ്റൈലൊക്കെ വരുന്നില്ലേ. യെസ്. നൗ വൈ. ക്യാപിറ്റൽ വൈ നോക്കി നോക്കാം. എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ എങ്ങനെയാണോ സാധാരണ വൈ എഴുതാറ് അതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ആ ഹൈറ്റ് ഒന്ന് ഡിഫറൻസ്, അതിൻ്റെ ലെങ്ത് ഒന്ന് ഡിഫറൻസ് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ തുടക്കത്തിലൊന്ന് വളച്ചെടുക്കാം. നോ സെഡ്. യെസ്, ഇതുപോലെ അതന്നെ വലുതാക്കി എഴുതുന്നേ ഉള്ളൂ. സെക്കൻഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചുകൂടി വലുതാക്കി എഴുതുന്നതാണ് സെഡ് അല്ലെങ്കിൽ സി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എ ടു സെഡ് നമുക്ക് ആ ബീഡ് നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. ഇതിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സാധാ സിമ്പിളാക്കിയിട്ട് എഴുതിയാലും മതി. ഇവിടെ എഴുതുന്നത് നിങ്ങൾക്ക് ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. ഞാൻ താഴെ എഴുതി കാണിച്ചു തരാം, ഒന്നുകൂടി നോക്കി നോക്കൂ. അത് എഴുതുന്ന ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഭംഗിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാം. ഓക്കെ. ഇതുപോലെ വളച്ചെഴുതാൻ നിങ്ങൾക്ക് ഒരുവിധം പിയും ആറും ഒക്കെ ഇതുപോലെ നിങ്ങൾക്ക് വളച്ചെഴുതാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഓക്കെ. അപ്പോൾ കേഴ്സീവിൽ എങ്ങനെ എഴുതണമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.